Hello, good morning to all. In the previous class we are discussing about what is concurrent melting point അല്ലേ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇനി നമുക്ക് അതിൻ്റെ ഫേസ് ഡയഗ്രാം നോക്കാം. ഇങ്ങനെയാണ് കൺക്രൂവൻ്റ് മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ ഫേസ് ഡയഗ്രാം വരിക. അപ്പോൾ നിങ്ങളിവിടെ നോക്കൂ, നമ്മൾ ശരിക്കും ഇതൊരു 2 കമ്പോണൻറ്റ് സിസ്റ്റമാണ്. 2 കമ്പോണൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ യൂട്ടറ്റിക് സിസ്റ്റം ആയിരുന്നു ഇതിൻ്റെ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫേസ് ഡയഗ്രാം. അപ്പോൾ ഇവിടെ ശരിക്കും യൂട്ടറ്റിക് സിസ്റ്റം ആയിരുന്നെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഈ നടുക്ക് ഈ ഒരു കേവ് ഉണ്ടാവില്ല, ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയേനെ. പക്ഷേ ഇൻ ബിറ്റ്വീൻ വി ഹാവ് എ കേവ് ലൈക്ക് ദിസ്. സോ ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് കൺഗ്രുവൻ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള ഒരു 2 കമ്പോണൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫേസ് ഡയഗ്രാം ഇങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുക. അപ്പം നമ്മൾ ഈ ഡയഗ്രാം ഒന്ന് നോക്കൂ. ഇവിടെ ഈ ആക്സിസിൽ ടെമ്പറേച്ചറാണ്, ഈ ആക്സിസിൽ മോളാർ കോമ്പോസിഷനാണ്. ഇനി ഇവിടെ നോക്കൂ, ദിസ് ഈസ് എ, ദിസ് ഈസ് ബി ആൻഡ് ദിസ് പോയിന്റ് ഈസ് സി, this highest peak is D, then E, this point is F, G. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ എന്താ ഉള്ളത്? സോളിഡ് എ പ്ലസ് ലിക്വിഡ്. നമ്മൾ പണ്ട് യൂട്ടറ്റിക്കൽ പറഞ്ഞ മാതിരി തന്നെ ഇവിടെയോ സോളിഡ് ബി പ്ലസ് ലിക്വിഡ്. ഇനി ഈ ഒരു ഏരിയയിൽ എന്താ ഉള്ളത്? സോളിഡ് എ ബി പ്ലസ് ലിക്വിഡ്, നോട്ട് ദാറ്റ്, സോളിഡ് എ ബി പ്ലസ് ലിക്വിഡ്. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ ഏരിയേൻ്റെ ഇതിൻ്റെ തൊട്ട് മുകളിൽ ഇവിടെ എല്ലാം എന്താണ്? ഹോമോജീനസ് കോമ്പോസിഷനാണ്. ദാറ്റ് ഈസ് ഓൺലി ലിക്വിഡ് സ്റ്റേറ്റ്, ഒറ്റ ഫേസ് മാത്രമേ ഉള്ളൂ. ദെൻ ഇനി ഇവിടെ എന്താണ്? സോളിഡ് എ പ്ലസ്, അതായത് ബിലോ ദ ടെമ്പറേച്ചർ, ബിലോ ദ പോയിന്റ് സി, ദ ഏരിയ ബിലോ ദ പോയിന്റ് സി, സോളിഡ് എ പ്ലസ് സോളിഡ് എ ബി. ഞാൻ ഷോർട്ടാക്കി എഴുതിയതാണ്, സോളിഡ് എ പ്ലസ് സോളിഡ് എ ബി. ആൻഡ് ബിലോ ദ പോയിന്റ് ഇ എന്താണ്? സോളിഡ് ബി പ്ലസ് സോളിഡ് എ ബി, സോളിഡ് ബി പ്ലസ് സോളിഡ് എ ബി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെ ചേഞ്ചസാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, പോയിന്റ് എ ബി which represents the melting point of compound A and B. Here this is A and this is B, which represents the melting point of compound A and B. Then AC, BE, CDE, AC, BE, CDE, they are the freezing point curve of A, B and AB. നോക്കൂ, AC, BE, AC, BE, CDE, അതായത് ഈ കേവ്, ഈ കേവ്, ഈ കേവ്, ഇത് മൂന്നും എന്താണ്? ഫ്രീസിംഗ് പോയിന്റ് കേവ് ഓഫ് A, B and AB. Freezing point curve of A, B and AB. Okay, here F is equal to 1. Here F is equal to 1 because here also we use the condensed phase rule, that is F is equal to C minus P plus 1 and number of phase is equal to 2. ഇവിടെ ഫേസ് എത്രയാണ് വരുന്നത്? 2 അല്ലേ? 2 ഫേസ് അല്ലേ വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, സോളിഡ് എ പ്ലസ് ലിക്വിഡ്, സോളിഡ് എ ബി പ്ലസ് ലിക്വിഡ്, solid B plus liquid അല്ലേ? അപ്പോൾ therefore F is equal to 1. So all the curves AC, BE, CDE are എന്താണ്? മോണോ വേരിയൻറ്റ്. ഈ ഒരു ഏരിയ മുഴുവനും എന്താണ്? മോണോ വേരിയൻ്റ് ആണ്. ഇനി ഏരിയ, the space above the areas, അതായത് ഈ ഏരിയൻ്റെ മുകളിലുള്ള സ്പേസ് എല്ലാം എന്താണ്? ഹോമോജീനസ് phase ആണ്. That is, it contains only one phase, that is liquid. So here F is equal to എന്താണ്? F is equal to here also F is equal to ഒരു മിനിറ്റ്, അവിടെ ഒരു here also F is equal to 2. ഞാൻ 1 ആയിപ്പോയി എഴുതിയത്, ഇപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു, സോറി. ഹിയർ F is equal to 1. അപ്പോൾ ഇവിടെ എന്താണ്? F is equal to 2, ഇവിടെ F is equal to 1 ആണ്. ഇനി നോക്കൂ, ഡി ഇതാണ് ശരിക്കും സെൻട്രലോട്ടാട്ടോ ഈ പീക്ക് വരേണ്ടത്. മിസ് വരച്ചപ്പം ആ ഒരു പീക്ക് ഇപ്പുറത്തോട്ടേക്കായിപ്പോയി. ഇത് ശരിക്കും കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് നീങ്ങി വരണമായിരുന്നു. ആൻഡ് ഡി ഓൺ സി ഡി ഇ, ഈ സി ഡി ഇ എന്നുള്ള കേവിൽ ഈ ഒരു ഡി എന്നുള്ള പോയിന്റ് നോക്കൂ. ഈ ഡി എന്നുള്ള പോയിന്റിൽ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്?
സോളിഡും ലിക്വിഡും എന്താകുന്നുണ്ട്, പരസ്പരം ഇക്വിലിബ്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓൺ ഡി ദ സോളിഡ് ഫേസ് ആൻഡ് ദ ലിക്വിഡ് ഫേസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ് ഹാവ് ദ സെയിം കോമ്പോസിഷൻ. എന്താണ്? Same composition. There is no change in composition. Here solid A and liquid solid A here the solid phase and the liquid phase is in equilibrium. ഇവിടെ സോളിഡ് ഫേസും ലിക്വിഡ് ഫേസും എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വിലിബ്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇക്വിലിബ്രിയേറ്റ് ചെയ്യുന്ന സോളിഡ് ഫേസ് ഏതാണ്? സോളിഡ് ഫേസ് എ ബി. ഇക്വിലിബ്രിയേറ്റ് ചെയ്യുന്ന, അതായത് എ ബി എന്നുള്ള രണ്ട് സോളിഡുകൾ കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു കോമ്പോസിഷൻ കിട്ടും, എ ബി. ഓക്കെ, അതിൻ്റെ സോളിഡ് സ്റ്റേറ്റും പിന്നെ അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റും. അപ്പോൾ ഇതിൻ്റെ അതേ കോമ്പോസിഷൻ ആയിരിക്കും ഈ ഫോം ചെയ്യുന്ന ലിക്വിഡ് സ്റ്റേറ്റിനും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ കോമ്പോസിഷൻ ആൻഡ് ദിസ് പോയിന്റ് ഇസ് നോൺ ആസ് congruent melting point. This point is known as congruent melting point. So once again, what is congruent melting point? During melting of a compound, എന്താണ് ഒന്നും കൂടി പറയാം, during melting of a compound, when the composition of the liquid that forms is the same as the composition of the solid, that is there is no change in composition after melting. There is no change in composition during melting. ഓക്കെ, അതായത് മെൽറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലിക്വിഡിൻ്റെ കോമ്പോസിഷൻ എന്ത് തന്നെയാണ്, അത് സോളിഡ് സ്റ്റേറ്റിൽ എങ്ങനെയായിരുന്നുവോ അതിൻ്റെ കോമ്പോസിഷൻ, അതേ കോമ്പോസിഷനാണ് ആഫ്റ്റർ മെൽറ്റിംഗ് അത് ലിക്വിഡ് സ്റ്റേറ്റ് ആകുമ്പോഴും നമുക്ക് കിട്ടുന്നത്. അപ്പം ഹിയർ ഡി ഈസ് ദ കൺഗ്രുവൻ്റ് മെൽറ്റിംഗ് പോയിൻറ്റ്. നോക്കൂ, ഡി ഈസ് ദ കൺഗ്രുവൻ്റ് മെൽറ്റിംഗ് പോയിൻറ്റ്. ഞാൻ കൺഗ്രുവൻ്റ് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് ഷോർട്ടാക്കി എഴുതിയതാണ്, CMP. അപ്പം നിങ്ങളതിനെ ഇലാബറേറ്റ് ചെയ്തോളാം. കൺഗ്രുവൻ്റ് മെൽറ്റിംഗ് പോയിൻറ്റ്. ഇനി ഡീൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ എന്ത് മാത്രമേ ഉണ്ടാകുള്ളൂ? ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി അറ്റ് ഡി. അവിടെ എന്ത് മാത്രമേ ഉണ്ടാകുള്ളൂ? വൺ കമ്പോണൻറ്റ്, ദാറ്റ് ഈസ് AB. ഇവിടെ എന്തുണ്ടാകുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞ മാതിരി അറ്റ് ഡി അവിടെ എന്തുള്ളൂ? ഒരൊറ്റ കമ്പോണൻറ്റേ ഉള്ളൂ. അതെന്താണ്? AB ആണ്. ദാറ്റ് ഈസ് സോളിഡ് A ആൻഡ് സോളിഡ് B കൺവേർട്ടഡ് ടു ഫോം എ ന്യൂ കോമ്പൗണ്ട്, ദാറ്റ് ഈസ് AB. ഗോട്ട് ഇറ്റ്? ആൻഡ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഇത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങുമ്പം വി ഗോട്ട് ഇറ്റ്സ് കറസ്പോണ്ടിങ് ലിക്വിഡ്. So its solid phase and liquid phase has no change in their composition. The solid composition is same as that of its liquid composition, and this point is known as concurrent melting point. Here we got only എന്താണ് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ കോമ്പോസിഷനാണ്. അപ്പോൾ ദാറ്റ് ഈസ് എന്താണ് അവിടെ എന്തായിരിക്കും? F is equal to 0 ആയിരിക്കും, because they are equilibrate with each other. Here solid AB is equilibrate with its liquid phase. Okay, so F is equal to 0. So D is an invariant point. Invariant point ആണ്. അവിടെ ഫേസ് എന്തായിരിക്കും? രണ്ട് ഫേസ് ആണ്. സോളിഡ് ഫേസും ഉണ്ടാകും, ഒരു ലിക്വിഡ് ഫേസും ഉണ്ടാകും അല്ലേ? അപ്പോൾ റെഡ്യൂസ്ഡ് ഫേസ് റൂൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരിക? 1 minus 2 plus 1 which is equal to 0. ഓക്കെ, ഇനി നമ്മൾ ഡയഗ്രത്തിലേക്ക് തന്നെ തിരിച്ചു പോവാം. ദ പോയിന്റ് C ആൻഡ് E എന്താണ്? പോയിന്റ് C ആൻഡ് E ഇത് രണ്ടും എന്താണ്? യൂട്ടറ്റിക് പോയിന്റ് ആണ്. ദ പോയിന്റ് C ആൻഡ് E ആർ ദ യൂട്ടറ്റിക് പോയിന്റ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അപ്പം ശരിക്കും കൺഗ്രുവൻ്റ് മെൽറ്റിംഗ് പോയിന്റിൻ്റെ കൂടെ എന്ത് വരുന്നുണ്ട്? യൂട്ടറ്റിക് പോയിന്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യൂട്ടറ്റിക് പോയിന്റിലേക്ക് എത്തിയതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? കൺഗ്രുവൻ്റ് മെൽറ്റിംഗ് പോയിന്റിലേക്ക് അത് എത്തുന്നത്. ഓക്കെ, അപ്പം ഹിയർ ഓൾസോ നോ ഡൗട്ട് അറ്റ് C F is equal to 0 because at eutectic point here solid A and solid B is equilibrated with each other. Okay, നമ്മൾ ഇതിന് മുന്നേ നമ്മൾ യൂട്ടറ്റിക് സിസ്റ്റം പറഞ്ഞതാണ്. നോക്കൂ, യൂട്ടറ്റിക് പോയിന്റ് ആണ് ഹിയർ 3 phase ഇക്വിലിബ്രിയ. ഓക്കെ, 3 phase ഇക്വിലിബ്രിയ ആണ് വരിക യൂട്ടറ്റിക് പോയിന്റ് ആയത് കാരണം. അപ്പോൾ ഇവിടെ ഓൾസോ F is equal to 0 ആണ്. അപ്പോൾ നോക്കൂ, സിയിൽ എങ്ങനെയൊക്കെയാണ് ഇക്വിലിബ്രിയേറ്റ് ചെയ്യുന്നത്? സോളിഡ് AB ആൻഡ് ഇറ്റ്സ് ലിക്വിഡ്. സോളിഡ് A,
solid AB and its liquid. At point E, they are equilibrated with solid B, solid AB and their liquid. Therefore, F is equal to 0, that is C minus P plus 1, 2 minus, എത്ര phase ആ വരുന്നത്? 3 plus 1. Okay, അപ്പം equal to 0. Okay.